കാരണം ആന്തരിക അവയവങ്ങളുടെ പരിശോധന പൂർത്തിയാക്കണം, ഏത് സമയത്താണ് മരണം നടന്നതെന്ന് പൂർത്തിയാക്കണം, മറ്റെന്തെങ്കിലും ആഘാതം ശരീരത്തിന് ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അത് എനിക്ക് തോന്നുന്നില്ല ഈ തുറസായ സ്ഥലത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്നത് തന്നെയായിരിക്കും മെഡിക്കൽ സംഘത്തിനും ഫോറൻസിക് സംഘത്തിനും നല്ലത്, അത് ജില്ലാ ഭരണകൂടത്തിനും നല്ലത്. കാരണം അവിടെ നിന്ന് മൃതദേഹം മാറ്റിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള എല്ലാ വിവരങ്ങളും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായാൽ പിന്നെ സ്ഥലത്ത് ഫോറൻസിക് സർജന്മാർ തുടരേണ്ട സാഹചര്യവുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ മൃതദേഹം പുറത്തെടുത്ത് കൊണ്ടുപോകാനാണ് സാധ്യതയുള്ളത്. അത് നിലവിൽ അതിനുള്ള അവകാശമുണ്ട് പോലീസിന് എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടുകാരും ആ സ്ഥലത്തില്ല എന്നാണ് നമ്മൾ മകനുണ്ട് അല്ലേ, ഒരു മകനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സനന്ദനാണോ അവിടെ നിൽക്കുന്നത്? അല്ല, ബന്ധുക്കളാരോ ആണ് അവിടെ സനന്ദന് ഇതിൽ പ്രദേശത്തുള്ള 2-3 ആളുകളെ, അതായത് ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പൂർത്തിയാക്കുന്ന സമയത്ത് അതിൽ സാക്ഷിയായി ഒപ്പിടേണ്ട ആളുകളെ നേരത്തെ പോലീസ് ഈ പ്രദേശത്തുള്ള 2-3 ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. കാരണം അവരുടെ സാന്നിധ്യത്തിലാണ് സാധാരണമായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ പ്രദേശത്തുള്ള നാട്ടുകാരോ അതല്ലെങ്കിൽ ബന്ധുക്കളോ അവരുമല്ലാത്ത വാർഡ് മെമ്പറോ ഒക്കെ ആയിരിക്കും ഇൻക്വസ്റ്റിൽ സാക്ഷിയായി ഒപ്പിടുക. അതിനുള്ള ആളുകളെയും ആ സ്ഥലത്തേക്ക് കുറച്ച് മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. സ്ട്രെച്ചർ അകത്തേക്ക് തന്നെ കൊണ്ടുപോയി, ആംബുലൻസ് സ്ട്രെച്ചർ കൊണ്ടുപോയി. ആംബുലൻസിൻ്റെ ഡ്രൈവർ ആ ടാർപോളിൻ്റെ പുറത്താണ് ഉള്ളത്. അഴുകിയ നിലയിൽ നമ്മൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു സാധനം, അഴുകിയ നിലയിലാണ് മൃതദേഹമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുക. അതല്ല അവരുദ്ദേശിക്കുന്ന തരത്തിൽ ഈ ഭസ്മവും പൂജാദ്രവ്യങ്ങളുമൊക്കെ ഇട്ടതുകൊണ്ട് അഴുകാനുള്ളൊരു സാധ്യത കുറവാണ് എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഫോറൻസിക് സർജന്മാർ കരുതിയിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചെയ്യും എന്നതായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ നമ്മൾ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇവിടെ വെച്ച് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുകയാണെങ്കിൽ ഉടൻ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഇത് സ്വാഭാവിക മരണമല്ല എന്നും മറ്റും വന്നാൽ പിന്നീട് ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടി വന്നാൽ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ മറ്റു പരിശോധനകളൊന്നും സാധാരണഗതിയിൽ നടത്തേണ്ടതില്ല. എങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പിന്നീട് ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട പരിശോധനകളൊന്നും നടത്താനുള്ളൊരു അവകാശം പോലീസിന് എന്തായാലും കിട്ടില്ല. അതൊക്കെ കൊണ്ട് കൂടുതൽ സേഫ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി സേഫ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ഇതിൽ ഒരു തരത്തിലുള്ള ദുരൂഹതകൾ ഇല്ല എന്നും ഉണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നതിലും ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും ലോജിക്കലി കുറച്ചുകൂടി അന്വേഷണ സംഘത്തിന് നല്ലത്.